ഞാനൊരു സ്ഥലത്ത് പറഞ്ഞൊരു നാടൻ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക കേട്ടോ. ഒരു വീട്ടിലത്തെ വാപ്പ സുഖമില്ലാതെ കിടക്കുക. ഇതൊരു സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് അവിടുത്തെ 2-3 ചെറുപ്പക്കാർക്ക് ക്ലിക്ക് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇവിടെ വാപ്പ സുഖമില്ലാതെ കിടക്കുക. 4-5 ആൺമക്കളൊക്കെ ഉണ്ട്. വീട്ടിൽ 2 ആൺകുട്ടികളുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പുറത്താ. ആ 2 ആൺകുട്ടികളെയും വാപ്പ വിളിച്ചു, മക്കളെ എനിക്ക് തീരെ സുഖമില്ല, എനിക്കൊരു ഗുളിക വേണം. 2 മക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിനൊന്നും ഒഴിവില്ല. വാപ്പ പറഞ്ഞു, മക്കളെ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം, നിങ്ങളെ ഭാര്യമാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വാപ്പാനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. വാപ്പാക്ക് ഉണ്ടാക്കാനൊന്നും കഴിയില്ല, എണീക്കാൻ വയ്യ മക്കളെ, അതൊന്നും ഞങ്ങൾക്ക് കഴിയില്ല, ഓലൊന്നും ഉണ്ടാക്കി തരില്ല, വേണമെങ്കിൽ കുടിച്ചോളിയായിരുന്നു. വാപ്പ പറഞ്ഞു ഒരു പണിയും ചെയ്യൂല. എന്നാ വാപ്പ ജനിച്ച ഡേറ്റിന് അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് ബാപ്പാനോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം മുദ്രാവാക്യം വിളിക്കുക. 2 ബാപ്പാക്കങ്ങാൻ എണീറ്റ് ചെല്ലാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുക? എന്തായിരിക്കും? ഇതാപ്പോ സംഭവിക്കുന്നത്. റസൂൽ പറഞ്ഞ ഖബർ കെട്ടിപ്പൊക്കരുത്, അതെന്തായാലും ഞങ്ങൾ കെട്ടിപ്പോക്കും. ഖബർമ കുമ്മായി എടുക്കരുത്, അടിക്കും. ഖബർമ എടുപ്പുണ്ടാക്കരുത്, ഉണ്ടാക്കും. ഖബർമ എഴുതരുത്, എഴുതും. അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കും. ഖബറാളിയോടോ അല്ലല്ലാത്ത ശക്തിയോടോ ഇസ്തിഹാസ നടത്തരുത്, അത് നടത്തും. റസൂൽ പറഞ്ഞു നേരെ എതിര്. മിണ്ടാതെക്കല്ല, നേരെ എതിർ പ്രവർത്തനം നടത്തുക. മിണ്ടാതെക്കണി സമാധാനമുണ്ട്, മിണ്ടാതെക്കല്ല, നേരെ എതിര്. പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് നടത്തുകയാണ്. എന്നിട്ട് റബീഉൽ അവ്വൽ വന്നാ പറയാണ്, നിങ്ങൾക്ക് നബിയോട് ഇഷ്ടമല്ല, നിങ്ങൾ സാധാരണ മനുഷ്യനാക്കാണ്. നിങ്ങൾ അബ്ദുള്ളയുടെയും ആമിനയുടെയും മക്കത്ത് ജനിച്ച ഒരു മുഹമ്മദ് എന്ന് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ ആമിനന്റെ മോനാണ് എന്ന് പറയല്ലാതെ വേറെ അമ്മാന്റെ പേര് മാറ്റാൻ പറ്റുമോ? അബ്ദുള്ളയുടെ മകനാണെന്നുള്ളടത്ത് പേര് മാറ്റാൻ പറ്റുമോ? അബ്ദുള്ളന്റെ മകനാണ്, ആമിനയുടെ മകനാണ്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മനുഷ്യനാണ് ഒരൊറ്റ മുജാഹിദും പറയലില്ല. ഖുർആൻ പറഞ്ഞതാ പറയലേ, നബിനോട് അള്ളാഹ് പറഞ്ഞതാണ്, നബിയെ പറയൂ കുല്ലിന്നമാന ബശർ, ഞാൻ മനുഷ്യനാണ്, ഞാൻ മനുഷ്യനാന്ന് പറയാൻ അള്ളാഹ് പറഞ്ഞതാണ്. അത് നമ്മൾ പറയും. റസൂലുള്ള മലക്കല്ല, റസൂലുള്ള ജിന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. മലമൂത്ര വിസർജനം നടത്തി, ടോയ്ലറ്റ് പോയി, കഴുകി വൃത്തിയാക്കി, അല്ലെ? മാലക്കിതാബിൽ പറഞ്ഞത് നബിന്റെ കാഷ്ടം ഭൂമിക്ക് ചാടുമ്പോ തന്നെ ഭൂമി വിഴുങ്ങുന്ന, അതാണ് ഓവർ. എല്ലാ പാട്ടിന്റെ അവസാനം ഓവർ എന്നാണ്ടാല്, ഇത് അധികാണ്, മനസ്സിലായില്ലേ? ഇത് അധികാണെന്നതിന്റെ അർത്ഥം. എല്ലാ പാലപ്പാട്ടിന്റെ അവസാന വരിയിൽ എന്താണ്ടാല് ഓവർ എന്നാ, ഇത് ഓവറാണ്, കണക്കിൽ കൂട്ടണ്ടാന്ന്. മനസ്സിലാണുണ്ടോ? നബി നിന്നോടത്ത് പിന്നെ സൂചി വീണാല് വിളക്കിന്റെ ടോർച്ചിന്റെ ആവശ്യമല്ല. ഇങ്ങനെ പാടുകയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹുവിന് ഒരു തെറ്റില്ല, ഇല്ലാതെ പറയാൻ പാടുള്ളൂ. റസൂലുള്ള വന്നപ്പോ എണീറ്റ് നിന്നപ്പോഴേ ഒരു സാമി ഒരു ഉസ്താദിന്റെ വലിയ സമ്മേളനത്തില് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഞാൻ പറയല്ല കേട്ടോ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് സ്വാമി പറഞ്ഞു, എന്ത് തലക്ക് വെളിവില്ലാത്തവനാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന്. സ്വാമി പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. അപ്പോ പ്രസംഗിച്ചിരുന്നപ്പോ സ്വാമിയോട് പറഞ്ഞത് തിരുത്തണം, അത് തിരുത്തണം. ആരാ പറഞ്ഞത്? ആ ഉസ്താദ്, വലിയ ഉസ്താദാ. ഞാൻ പേര് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് പാലിക്ക കേട്ടോ. ആ ഉസ്താദ് പറഞ്ഞു തിരുത്തണം. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാന് പറഞ്ഞ വാക്ക് തലക്ക് വെളിവില്ലാത്തവനാണെന്ന് ഞാൻ പറഞ്ഞത് ഈ സമ്മേളനത്തിൽ തിരുത്തുകയും മറ്റൊരു സമ്മേളനത്തിൽ പറയുകയും ചെയ്യും. കാരണം അയാൾ അതിന് ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയെന്ന് അർത്ഥം പറഞ്ഞു. അതേ ഉസ്താദ് കേൾക്കണെന്ത്, അള്ളാഹ് അയാളോട് ചോദിക്കാതെ ഒരു കാര്യം ഇവിടെ ചെയ്യൂല, വേറെ ഉസ്താദ് പ്രസംഗിച്ചത്, അതിനൊരു തിരുത്തൂല്ല, ഒരു നെളിഞ്ഞിരിക്കുക. അള്ളേ ഇയാളോട് ചോദിക്കാതെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ ഒരു തിരുത്തൂല്ല. പിണറായി കേരള യാത്ര നടത്തിയ പോലെ, രമേശ് ചെന്നിത്തല കേരള യാത്ര നടത്തിയ പോലെ, കുഞ്ഞാലിക്കുട്ടി കേരള യാത്ര നടത്തിയ പോലെ, എല്ലാ പാർട്ടി ആയിക്കോട്ടെ വിചാരിച്ചില്ല, ഐക്യണ്ടായിക്കോട്ടെ കേട്ടോ, നടത്തിയ പോലെ ഈ ഉസ്താദ് കേരള യാത്ര നടത്തി, വേറെ യാത്രയൊക്കെ നടത്തി. അപ്പൊ ഒരാൾ പ്രസംഗിക്കാണ്, ഞാന് നബിയെ കുറിച്ചും പഠിച്ചു, ഈ ഉസ്താദിനെ കുറിച്ചും പഠിച്ചു, എനിക്ക് മനസ്സിലായി ഏറ്റവും മഹോന്നതൻ ഈ ഉസ്താദാണ്. നെളിഞ്ഞിരുന്ന് കോളറൊക്കെ പൊക്കിയിരിക്കുക, തിരുത്തലില്ല. മനസ്സിലാണുണ്ടോ? സ്വാമി പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞപ്പോ അത് തിരുത്തണം. മനസ്സിലാണുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാണുണ്ടോ? ദീനനോടാ ഇഷ്ടം. വേറൊരാൾ പ്രസംഗിക്കുക, സുഹൃത്തുക്കളെ ഇതൊക്കെ ഞങ്ങൾ എതിർത്തത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. ഇതൊരു ക്ലാസ്സാണ്, ഇതൊരു പ്രസംഗമൊന്നുമല്ല. റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ പോവുക ഒരു ഉസ്താദ്. അപ്പൊ ചെന്നിട്ട് തിരക്കൊണ്ട് ഇവര് തിരിച്ചു വന്നു. അടുത്ത കൊല്ലം പോയി, ഉംറക്ക് പോയപ്പോ പോയതാണ്. തിരക്ക്. അപ്പൊ അയാൾ മനസ്സുകൊണ്ട് പറഞ്ഞത്രേ,
ഞാൻ ഈ വർഷവും മടങ്ങിയാണ്, ഖബറിന്റെ അടുത്തേക്കൊന്നും പോകാൻ കഴിയില്ല എന്ന്. അപ്പോ റസൂലുള്ള ഖബറിൽ നിന്ന് കൈയ്യാണ്ട് പുറത്തേക്കിട്ട്, തആൽ ഈ കൊല്ലം മടങ്ങണ്ട ഇവിടെ വാ. നബിയെ ഖബറിൽ നിന്ന് കൈ ഇങ്ങോട്ട് പുറത്തേക്ക് ഇട്ടിട്ട് തആൽ ഇങ്ങോട്ട് വാ. അപ്പൊ അയാൾ മസിൽ പിടിച്ച് പോണില്ലാന്ന്. അപ്പോ നബി ഐഡിയ മാറ്റി. നബി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, വന്നോളി. അപ്പൊ പോയി നോക്കി, അപ്പൊ റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്ത് കസാരട്ട് കുത്തിരിക്കുന്നുണ്ട് ഈ കേരള യാത്ര നടത്തിയാള്. ഇത് പ്രസംഗിക്കാണ്, അതിന് ഒരു തിരുത്തുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു തിരുത്തുമില്ല. ഇതൊക്കെയാണ് ലോകം. ഇതൊക്കെ പറഞ്ഞാണ്ടല്ലോ വെറുപ്പായിരിക്കും, ചിലപ്പോ ഇരുട്ടടിയായിരിക്കും. മനസ്സിലാകണ്ടോ? ചിലപ്പോ ഭീഷണിയായിരിക്കും. ഹക്കാര് പറഞ്ഞാലും ആർക്കും ഇഷ്ടപ്പെടില്ല. കള്ളുടിക്കുന്ന ആളോട് നിങ്ങൾ കുടിക്കരുതെന്നൊക്കെ ഓടാവുന്നത് അവനെ ഇഷ്ടമല്ല. ചീട്ടളിക്കണവരെ കളിക്കണ്ടെന്ന് പറഞ്ഞൊക്കെ ചീട്ടളിക്കുന്ന ആളുകളുണ്ട് റബ്ബറിന്റെ അടുത്തില്. നല്ലൊരു പോലീസിനോട് പറഞ്ഞോട് അവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ പോലീസിനോട് നോൽക്കൊരു വെറുപ്പില്ല. 2 കൊടുത്തത് പോലീസാണ്, പിടിച്ചോണ്ടേത് പോലീസാ. പോലീസിനോട് ആരങ്ങൾക്ക് പറഞ്ഞത്? അവനാ ദേഷ്യം. ആര് ഹക്ക് പറയുന്നോ അവനോടാ വെറുപ്പ്. സുഹൃത്തുക്കളെ, ഈ വെറുപ്പ് ഭൂമിയിൽ അവസാനിക്കും. നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ കുറ്റവാളിയാണ് അള്ളാന്റെ കോടതിയിൽ, ഉറപ്പാ. അതുകൊണ്ട് വാശി വേണ്ട. മുടി എങ്ങനെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എവിടുന്ന് അവിടെ കണ്ടത്? ഫി തനഉലിഹി വതറജുലി വലത് ഭാഗത്തുനിന്ന്. കാല് ചെരുപ്പിടുമ്പോ ഏത് കാലാചരണം പഠിപ്പിച്ചെന്നു. കുപ്പായിടുമ്പോ ഏത് കൈ ആചരണം പഠിപ്പിച്ചെന്നു. അയച്ചു വെച്ച കുപ്പായം രണ്ടാമത് കൊടയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുപ്പിൽ പുകയണ കൊള്ളിയുണ്ടോ നോക്കാൻ, അത് എലി വലിച്ചിടും, തീപിടുത്തുണ്ടാവും, സൂക്ഷിക്കണം, കെടുത്തണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം അടച്ചു വെക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കിടക്കാൻ പോണ വിരിപ്പ് തട്ടണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയോ സുഹൃത്തുക്കളെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇന്ന കാല് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങണം. പള്ളി കയറുമ്പോ ഇങ്ങനെ, ടോയ്ലറ്റിൽ കയറുമ്പോ ഇങ്ങനെ, കക്കൂസക്ക് കയറുമ്പോ ഏത് കാല് വെക്കണേ, പുറത്ത് കയറുമ്പോ ഏത് കാല് പഠിപ്പിച്ചെന്ന റസൂല്. ഇത്രയും വലിയൊരു ആഘോഷം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? നാടന്മാരെ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? കക്കൂസക്ക് കയറുമ്പോ ഇടത്തേക്കാല് വെക്കണം, തിരിച്ചു വരുമ്പോ വലത്തേക്കാല് വെക്കണം എന്ന് പഠിപ്പിച്ച റസൂല് ഇത്രയും വലിയൊരു ആഘോഷം പറഞ്ഞുതരാൻ മറന്നുപോയി. പറഞ്ഞിട്ടേ ഇല്ല. സഹാബത്ത് ആരും കേട്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ, എന്റെ ഭർത്താവിന്റെ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞ് ഒരു കാരക്ക കൊടുത്തില്ല, ഒരു കാരക്കയുടെ ചീന്ത് കൊടുത്തില്ല. ഒരു തെളിവിന്റെ തുരിമ്പ്, ഒരു തെളിവിന്റെ അംശം കിട്ടാത്തതുകൊണ്ടാണ് എല്ലാ പ്രസംഗത്തിലും പറഞ്ഞു കൊടുക്കുന്നത്. ഖദീജ ബീവിന്റെ കൂട്ടുകാരിയാൾക്ക് നബി ഭക്ഷണം കൊടുത്തയച്ചില്ലേ? നബിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാ? ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ കൂട്ടുകാർക്ക് വീട്ടിൽ ആട് നടത്താൻ കൊടുക്കും. അപ്പൊ എന്റെ ഭാര്യ ഞാൻ മരിച്ചതിന് ശേഷം എന്റെ മക്കളോട് പറഞ്ഞു, വാപ്പുള്ള കാലത്ത് ഇബ്രാഹിമിന് സുലൈമാനൊക്കെ കൊടുക്കലുണ്ട്, അവർക്ക് കൊണ്ടേ കൊടുക്ക്. അതിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാ? ഖദീജ ബീവിന്റെ കൂട്ടുകാരികളെ വീട്ടിൽ സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ കൊടുക്കുന്നു. അത് റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണോ? അപ്പൊ ഇതിനൊന്നും രേഖയില്ല. നിങ്ങൾ പഠിക്കുക. കുറച്ച് വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞത്.